തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് പിന്നാലെ സിപിഎമ്മിൽ പൊട്ടിത്തെറി. മേയർ ആര്യ രാജേന്ദ്രനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. മേയറുടെ അഹങ്കാരം തിരിച്ചടിയായെന്ന് അംഗങ്ങൾ വിമർശിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലും പാളിച്ചയുണ്ടായി. തലയെടുപ്പുള്ളവരെ കണ്ടെത്താനായില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്നും വിമർശനം ഉയർന്നു. മുൻ മേയർ VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരാണ് വിമർശനം ഉന്നയിച്ചത്. വിവരങ്ങളുമായി S ശാലിനി ചേരുകയാണ്. ശാലിനി, ഇപ്പോൾ ഈ വിമർശനം ഉന്നയിച്ചവരെല്ലാം ആര്യ രാജേന്ദ്രനേക്കാൾ വലിയ പക്വതയും പാകതയും ഒക്കെ പാർട്ടിയിലുള്ളവരാണ്. ഈ കുട്ടിമേയറുടെ പോക്ക് ശരിയല്ല എന്ന് വളരെ കൃത്യമായി പല മുന്നറിയിപ്പുകളും പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടും അവരെ നിയന്ത്രിക്കാൻ പാർട്ടി സംവിധാനത്തിനായില്ല. ഇപ്പോൾ തോൽവിയേറ്റതിന് പിന്നാലെ ആര്യ രാജേന്ദ്രന്റെ തലയിലേക്ക് മാത്രം ഉത്തരവാദിത്വം കെട്ടിവെക്കുന്നു. അപ്പുറത്ത് CPM-ന്റെ ചെയ്തികൾ മുഴുവൻ മറയ്ക്കാൻ ഉള്ള ഒരു ഉപാധി കൂടി ആവുകയാണോ ഇവിടെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പല ഘട്ടങ്ങളിൽ വിമർശനം പാർട്ടിക്കുള്ളിൽ ഉയർന്നതാണ് ആര്യ രാജേന്ദ്രനെതിരെ. അപ്പോഴൊന്നും തീരുമാനമെടുക്കാത്ത സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വം അടക്കമുള്ളവർ ഈ ഒരു പരാജയത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ആര്യ രാജേന്ദ്രനെ എതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. അതായത് തിരുവനന്തപുരം നഗരസഭയിൽ LDF കൂപ്പുകുത്തിയത്, LDF-ന്റെ ഭരണമടക്കം പ്രതിസന്ധിയിലാക്കിയത് ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരമാണ് എന്നുള്ള രീതിയിലുള്ള കടുത്ത വിമർശനങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. പല ഘട്ടങ്ങളിലും പാർട്ടിക്കുള്ളിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്നും പുറത്തേക്ക് കാണിക്കാറില്ല. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പുറത്ത് സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുമ്പോഴും അത്തരത്തിലല്ല പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ എന്നുള്ളതാണ് നമുക്ക് ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള വിമർശനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KSRTC ഡ്രൈവർ അടക്കമുള്ളവർക്കെതിരെ ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഒപ്പം തന്നെ പ്രതികരണങ്ങൾ, അത് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ സ്വമേധയാ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലും ആര്യയുടെ അഹങ്കാരത്തിനുമുള്ള തിരിച്ചടിയാണ് ഭരണം നഷ്ടമായത് എന്നുള്ള വിമർശനമാണ് ഒരു വിഭാഗം CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ പറയുന്നത്, ശബരിമല സ്വർണ്ണ കവർച്ച ഉണ്ടായപ്പോൾ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ, നടപടികൾ, ഒപ്പം തന്നെ A. പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുത്തതിലുള്ള കാലതാമസം, വൈകൽ അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയായി എന്നുള്ളതാണ് ഒരു വിഭാഗം അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ തന്നെ ചില പരിപാടികളിൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്, ആ പരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം ഒരു വാഹനത്തിൽ കൊണ്ടുപോയതും തിരിച്ചടിയായി എന്നുള്ളതാണ് മറ്റ് ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ തന്നെ ചില പ്രത്യേക തീരുമാനങ്ങൾ സർക്കാർ എടുത്തത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, സ്ഥാനാർത്ഥികളെ നിർണയിച്ചതടക്കമുള്ള കാര്യങ്ങൾ, പല A ക്ലാസ് മണ്ഡലങ്ങൾ CPM-ന്റേതായിട്ടുള്ള കോട്ടകളുണ്ട്. ഇവിടെ അടക്കം ചില അപ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ കൊണ്ടു നിർത്തി, ഒപ്പം തന്നെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ മുന്നോട്ട് വന്നത് ഒരു പാർട്ടി സംവിധാനത്തിൽ നിന്ന് വരുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളല്ല ഇത്തവണ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായത് എന്നുള്ളൊരു വീഴ്ച കൂടി ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ വിഭാഗീയത തിരുവനന്തപുരം ജില്ലയിൽ ആഞ്ഞടിക്കുകയാണ് എന്നുള്ളതും ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, തലസ്ഥാനത്തെ മുൻ മേയർ കൂടിയായിരുന്ന MLA VK പ്രശാന്ത് അടക്കമുള്ളവർ ആര്യ രാജേന്ദ്രന്റെ ചെയ്തികളെ അതിരൂക്ഷമായി ജില്ലാ കമ്മിറ്റിയിൽ വിമർശിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നീലിമ സൂചിപ്പിച്ചതുപോലെ പക്വതയില്ലാതെ, പാകതയില്ലാതെ പെരുമാറിയ മേയർ അടക്കമുള്ളവരെ അതിരൂക്ഷമായ ഭാഷയിൽ മുൻ മേയർമാർ അടക്കമുള്ളവർ ജില്ലാ കമ്മിറ്റിയിൽ വിമർശിക്കുന്ന കാര്യങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തു. സ്വയം ഒരു വിശദീകരണം നൽകുന്നതിനപ്പുറം ഈ വിഭാഗീയത ഇല്ലാതാക്കാനുള്ള ഒരു നടപടിയും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം വിമർശനം ഉയരുകയാണ്. 3 സോണുകളിലായി 3 ജില്ലാ സെക്രട്ടറിമാരാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത് എന്നുള്ളൊരു വിമർശനം കൂടി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ 3 പേരും 3 വിഭാഗീയ ചേരികളിലാണ്. അവർ 3 പേരും 3 രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള വിമർശനവും പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. അതായത് ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വൻ തോൽവിക്ക് പിന്നാലെ CPM-ൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരമാണ് ഈ ഇത്ര വലിയ പതനത്തിന് കാരണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ജില്ലയ്ക്കകത്തെ CPM വിഭാഗീയത, വലിയ നേതാക്കളുടെ അഹങ്കാരം, ഇതൊക്കെ സ്വർണ്ണക്കൊള്ള വലിയ തോതിൽ തിരിച്ചടിച്ചുവെന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായ വിലയിരുത്തൽ.